ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 39ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടോ? ജീവിതത്തെ ക്രിയാത്മകമായി ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടുന്ന ധാരാളം വ്യക്തികളുണ്ട്. ആ ജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മറുവശത്ത് ജീവിതത്തെ പഴിച്ചുകൊണ്ട്, ജീവിത ഭാരത്താൽ, മനക്ലേശങ്ങളാൽ ജീവിക്കുന്നവരുണ്ട്. യാന്ത്രികമായി ജീവിതം മുമ്പോട്ട് തള്ളി നീക്കുന്നവരുണ്ട്. നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കുന്നു, ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഓരോ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. മനസ്സിൽ വലിയ സന്തോഷമൊന്നുമില്ല, ആത്മസംതൃപ്തിയൊന്നുമില്ല. കാരണം പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖങ്ങളുടെയും തിക്ത അനുഭവങ്ങളുടെയും കഥകൾ മാത്രമേ അവർക്ക് പറയാനുള്ളൂ. പോസിറ്റീവായി ഒന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ യാന്ത്രികമായി ജീവിതം തള്ളി നിൽക്കുന്നവരുണ്ട്. മറുവശത്ത് വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറുന്നു. എന്നാൽ കുറച്ചു പേരൊക്കെ വലിയ ഭാരത്താൽ ക്ലേശിക്കുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അത് ചെയ്യുവാൻ ശ്രമിച്ചവർ, അത് ചെയ്ത് പരാജയപ്പെട്ടു പോയവർ, വിഷാദാത്മകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഒക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ നിന്ന് നമുക്ക് നഷ്ടമാകുന്ന ചില സമയങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വേദനകളും ഈശോയുടെ മുൻപിലേക്കൊന്ന് സമർപ്പിക്കാമോ? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാമോ? കാരണം പൂർണ്ണമായി വിട്ടുകൊടുത്താൽ നമ്മളെ അറിയുന്ന, സൃഷ്ടിച്ച പ്രപഞ്ച നിയന്താവായ ദൈവം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടെങ്കിൽ, സർവോപരി ദൈവാശ്രയത്വ ബോധമുണ്ടെങ്കിൽ നമുക്കെല്ലാ കാര്യങ്ങളെയും, പ്രതികൂലമായ എല്ലാ അവസ്ഥയെയും അതിജീവിക്കുവാനായി സാധിക്കും. എനിക്ക് പരിചയമുള്ള ഒരു വിദ്യാർത്ഥിനിയുണ്ട്. +2 പരീക്ഷയെല്ലാം കഴിഞ്ഞ് ജർമ്മനിയിൽ പോകുവാനായി ആദ്യ പരീക്ഷകളെല്ലാം എഴുതി. അവസാനത്തെ പരീക്ഷ മാത്രം പാസ്സാകാൻ വലിയ പ്രയാസം. ഏകദേശം 4 തവണ എഴുതി പരാജയപ്പെട്ടു. വലിയ ഭാരമാ മനസ്സിന്, വലിയ വേദനയാ. ഇനിയും ഒരു സെൻറ്റർ കേരളത്തിൽ കിട്ടുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അച്ചോ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ കേരളത്തിന് പുറത്ത് കൽക്കട്ടയിൽ ഒരു സെൻറ്റർ കിട്ടി. അങ്ങോട്ടുള്ള യാത്ര, വീട്ടിൽ നിന്ന് അവിടം വരെ കൊണ്ടുപോകുവാനായിട്ട് അങ്ങനെ പ്രിയപ്പെട്ടവരായിട്ട് ആരുമില്ല. അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളിലൂടെയെല്ലാം ഈ മകള് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ദൈവാശ്രയത്വമുണ്ടായിരുന്നു. അങ്ങനെ വളരെ ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമായി പഠിച്ച് ആ പരീക്ഷ എഴുതി. അങ്ങനെ ജർമ്മനിയിൽ എത്തുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ആ വർഷത്തെ കോഴ്സ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മുമ്പിലുള്ള 8-9 മാസം എങ്ങനെ തള്ളി നീക്കും? അങ്ങനെ അവിടെയുള്ള ഒരു വീട്ടിൽ ജോലിക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്.
വലിയ ബുദ്ധിമുട്ടിലൂടെ, പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ളവരെ കുറിച്ച് ഓർക്കുമ്പം വേദനയാണ്. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉള്ളപ്പം പ്രത്യേകിച്ച് മക്കള് മാതാപിതാക്കളുടെ അടുത്തത് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകും. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും ഒക്കെ ഈ മാതാപിതാക്കളോട് പറയുമ്പം അവർക്കത് താങ്ങാവുന്നതിലധികമാണ്. അതുകൊണ്ട് ഈ മകള് വേദനയും ദുഃഖവും ഒക്കെ ആരോടും പറഞ്ഞില്ല. അങ്ങനെ ആ സാഹചര്യത്തെ അതിജീവിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മുമ്പോട്ട് പോകുന്ന അവസരങ്ങളിൽ ഒരിക്കൽ എന്നെ വിളിച്ചു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു. അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ചോ, എനിക്ക് താഴെയുള്ള 2 പേരുണ്ട്, 2 അനുജത്തിമാരുണ്ട്. അവരെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് വലിയ പ്രയാസമാണ്. കാരണം ഞാൻ പഠിച്ച് മുമ്പോട്ട് പോയി ഒരു ജോലിയിലെത്തിയെങ്കിൽ മാത്രമേ അവരെയും കൂടെ കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ജീവിത സാഹചര്യത്തെ 8-9 മാസം എൻ്റെ മുൻപിലുള്ള ഈ വലിയ പ്രയാസമുള്ള ഈ ജോലി, ഇതിനെ ഞാൻ അതിജീവിക്കും. അങ്ങനെ ഞാൻ കോഴ്സിലേക്ക് പ്രവേശിക്കുമെന്ന് വലിയ ദൈവാശ്രയത്വ ബോധത്തോടെ, പ്രാർത്ഥനയോടെ ആ മകള് മുമ്പോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതിനെയൊക്കെ അതിജീവിച്ച് പിറ്റേ വർഷം കോഴ്സിൽ പ്രവേശിച്ചു. ഇപ്പോൾ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്രകാരമാണ്. മുൻപിൽ മല പോലെ പ്രശ്നങ്ങളുണ്ടാവാം. ഒരുപക്ഷെ എത്തും പിടുത്തവും കിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? എവിടെ നിന്നാ തുടങ്ങേണ്ടത്? എവിടെ നിന്ന് തുടങ്ങിയാലും എന്തെങ്കിലുമൊക്കെ പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് പറ്റുമോ? ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകുമോ? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ? പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ പ്രിയപ്പെട്ടവർ പോലും എന്നെ കളിയാക്കുമോ, പരിഹസിക്കുമോ? അങ്ങനെ വലിയ വേദനയോടെ, വ്യതയോടെ ജീവിതത്തെ നോക്കിക്കാണുന്നവരുണ്ട്. എന്നാൽ സ്നേഹമുള്ളവരെ, വിശ്വസിക്കുക, നമ്മെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വചനത്തിലെ ബി പാർട്ട് പറയുന്നത് ഇപ്രകാരമാണ്: നീതിമാന് എന്നേക്കും ഇളക്കം തട്ടുവാൻ അവിടുന്ന് ഇടയാക്കുകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ, ദുഃഖങ്ങളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല എന്ന്. എന്നാൽ അതിന് കൂടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ. കാരണം എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. പരിഹാരം അതെന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ ഈശോയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ജീവിതത്തെ നേരിടുവാനായിട്ട് ധൈര്യപൂർവം മുമ്പോട്ട് പോകണം. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് നേരെയാക്കുവാനായിട്ട് സാധിക്കും. ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനം എപ്പോഴും എനിക്ക് ശക്തി നൽകുന്ന ഒരു വചനമാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ എവിടെയൊക്കെ വചനം പ്രഘോഷിക്കാൻ പോയിട്ടുണ്ടോ, ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ പോയിട്ടുണ്ടോ, അവിടെയെല്ലാം ഈ വചനം, ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ അത് സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഈ വചനം പറയുക. ജോഷുവ 1:9. മകനെ, മകളെ, നീ പരിഭ്രമിക്കുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ശക്തനും ശക്തിയും ധീരനും ധീരയുമായിരിക്കണം. നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവായ ഞാൻ കൂടെ ഉണ്ടാകും. നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവായ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. ഇതിൽ പരം എന്ത് ആശ്വാസമാണ്, ഇതിൽ പരം എന്ത് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്? എവിടെയൊക്കെ പോയാലും ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്:
നിങ്ങൾ ലോകത്തിൽ കഷ്ടതകൾ അനുഭവിക്കും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ലോകത്തിൽ കഷ്ടതകൾ അനുഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിൽ പരിഹാരമില്ലാത്ത ഒരു ജീവിത പ്രശ്നങ്ങളും നമ്മുടെ മുൻപിൽ ഇല്ല. നമ്മൾ വിശ്വസിക്കുന്ന നാഥൻ്റെ പക്കലേക്ക് തിരിച്ചു വരുവാനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ മുമ്പോട്ട് പോയപ്പോൾ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം നേടുവാനായിട്ട് മദർ തെരേസ എന്താണ് ചെയ്തത്? ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ഒരു 5 മീറ്റർ സാരി, അതിൻ്റെ പ്രസരിപ്പ്, ഒരു 35.5 കിലോ തൂക്കം, കൂനിക്കൂടി നടക്കുന്ന ഒരു വ്യക്തി, അത്രയേ ഉള്ളൂ. എന്നാൽ ദൈവികമായ ദൃഷ്ടിയോടുകൂടെ നോക്കുമ്പം ആ വ്യക്തിയിലുണ്ടായിരുന്ന സൗന്ദര്യം, ദൈവത്തിൻ്റെ ചൈതന്യം, കരസ്പർശം അതെത്രയോ വലുതായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഒരു ടീച്ചറായി ജീവിതം ആരംഭിക്കുക കൽക്കട്ട നഗരത്തിൽ. എന്നാൽ കൽക്കട്ടയിലെ തെരുവീഥികളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ, അവരെക്കുറിച്ച് ഓർത്തപ്പോൾ, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. മുൻപോട്ട് നോക്കുമ്പം സാമ്പത്തികമായ ഭദ്രതയില്ല, സഹായിക്കാനായിട്ട് ആരുമില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ലക്ഷ്യബോധമുണ്ട്, ദൈവാശ്രയത്വ ബോധമുണ്ട്. ജീവിക്കുന്ന മാലാഖമാർ ഇടപെട്ട് ഓരോ പ്രവർത്തനത്തെയും നിയന്ത്രിക്കും, സഹായിക്കുമെന്ന ബോധ്യത്തോടുകൂടെ മദർ തെരേസ കൽക്കട്ട നഗരത്തിൽ ജീവിതം ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ലോകമെമ്പാടും ആ മദർ തെരേസ തൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിക്ക് രൂപം നൽകി. ഇന്ത്യക്ക് പുറത്തും അകത്തുമൊക്കെയുള്ള പല സ്ഥാപനങ്ങളും ഇതുപോലെ കടന്നു പോകുന്ന മക്കളെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളും മദറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ പോകുമ്പം പ്രിയപ്പെട്ട കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തി വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം അവരോട് സംസാരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നുവെന്ന് നമുക്ക് തോന്നിയാൽ, അണപൊട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ ദുഃഖങ്ങളും നൊമ്പരങ്ങളുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കും. ഇതുപോലെ ഓരോ ദിവസവും മദർ എന്ത് ചെയ്യുമായിരുന്നു അറിയാമോ? വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കുമായിരുന്നു. ആ ദിവസം ചെയ്യേണ്ട ജോലി, ആ ദിവസം കണ്ടുമുട്ടേണ്ട വ്യക്തികൾ, ആ ദിവസം ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടുമ്പോൾ ആരെങ്കിലും അവഗണിച്ചാൽ, വിദ്വേഷ വാക്കുകൾ പറഞ്ഞാൽ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി, വിശന്നു കരയുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാനില്ലാതെ മനസ്സ് തേങ്ങുമ്പോൾ നാഥ എന്ന് വിശ്വാസത്തോടെ വിളിക്കുവാനുള്ള ശക്തി, ഇവയെല്ലാം ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഈശോയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ തെരുവീഥികളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ആ ദിവസം മുഴുവൻ ധന്യമായി തിരിച്ച് ഉറങ്ങുന്നതിന് മുൻപ് വീണ്ടും ഇരുന്ന സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നു. ദൈവമേ, ഇന്ന് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഒരുപക്ഷെ ആരോടും പറയാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ, തിക്ത അനുഭവങ്ങൾ. ഇനി ആ തിക്ത അനുഭവങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാനും പറ്റില്ല. ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് പോകേണ്ട എന്ന് പറയുകയും ചെയ്യും. ആ വലിയ വിഷമങ്ങളൊക്കെ നേരിട്ടു. ഇവയെല്ലാം വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായ ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചു. വലിയ ലക്ഷ്യബോധത്തോടെ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവാശ്രയത്വ ബോധത്തോടെ. അങ്ങനെയാണ് മദർ തൻ്റെ ജീവിതം ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ മദർ തെരേസയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ജീവിതത്തിന്
പുതിയൊരു ഉണർവ്, പുതിയൊരു ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവരെയൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാം നമുക്ക് തികഞ്ഞിട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും പ്രവർത്തിക്കുവാനും പറ്റില്ല. എന്നാൽ ദൈവാശ്രയത്വ ബോധമുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റും. അതുപോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളെ നേരിടുവാനായി നമുക്കവരെ സഹായിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളില്ലാത്ത ആരും ഈ ഭൂമിയിൽ ഇല്ല. എന്നാൽ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു എന്നതിലാണ് അതിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത്. ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുവാൻ പഠിക്കണമെങ്കിൽ ദൈവം നമ്മിലേക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനായി സാധിക്കണം. ഒരുപക്ഷെ നിങ്ങളെന്നെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിൻ്റെ വചനമാണ്, സന്ദേശമാണ് കേൾക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ എത്രയോ വ്യക്തികളുണ്ട്. കാണാൻ കാഴ്ചയില്ലാത്തവരുണ്ട്, കേൾക്കാൻ ചെവിയില്ലാത്തവരുണ്ട്. കാണാൻ കാഴ്ചയും കേൾക്കാൻ ചെവിയുള്ളവരുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള വചനപ്രഘോഷണം കേൾക്കാൻ, അത് ടെലികാസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയണ്ടേ? നമുക്കറിയാം, ഇസ്രായേൽ ഗാസയിലെയൊക്കെ കുഞ്ഞു മക്കള് ഒരു കഷ്ണം റൊട്ടി കഷ്ണത്തിന് വേണ്ടി നിലവിളിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഐസ്ക്രീമിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ മുറവിളി കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മൾ നന്ദി പറയണ്ടേ പ്രിയപ്പെട്ടവരെ? ഇനി സുരക്ഷിതമായൊന്ന് ഉറങ്ങാൻ, നല്ല ഉന്മേഷത്തോടെ എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറയണ്ടേ? എന്നാൽ മറുവശത്ത് അരക്ഷിതമായി ജീവിതം മുമ്പോട്ട് പോകുന്നവര് ജീവിത പങ്കാളിയും മക്കളെയും ഒക്കെ പേടിച്ചിട്ട് രാത്രികളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത വ്യക്തികളുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ, അങ്ങനെയുള്ള വ്യക്തികളിലെ നമുക്ക് അവരെ ഓർക്കാം. എന്നാൽ മറുവശത്ത് നമുക്ക് സുരക്ഷിതമായി ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ലേ? എത്രയോ പേരാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നിച്ചിരിക്കുന്നത്. അവിടെ ഒരു പ്രൈവസി ഉണ്ടോ? അവർക്ക് ഭക്ഷണമൊക്കെ നേരത്തെ കാലത്തും കിട്ടുന്നുണ്ടോ? എന്നാൽ നമ്മളൊക്കെ എത്രയോ സൗഭാഗ്യവാന്മാരാണ്. നമുക്കൊക്കെ ഒന്ന് ആനന്ദത്തോടെ ഒന്ന് ആർത്തുല്ലസിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കുവാൻ സാധിക്കുന്നില്ലേ? എന്നാൽ മറുവശത്ത് ജീവിതഭാരത്താൽ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റാത്ത എത്രയോ വ്യക്തികളുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നൽകിയ നന്മകളോർത്ത് നന്ദി പറയുമ്പോൾ ജീവിതത്തിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അവയെല്ലാം ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ഇനി ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ, ജീവിതത്തിൽ വർഷങ്ങളായി ഈ ദുഃഖങ്ങളും നൊമ്പരങ്ങളുമൊക്കെ കൊണ്ടു നടക്കുവാനായി തുടങ്ങിയിട്ട് പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുകയാണ്. അവരിൽ നിന്ന് ഒരു നല്ല വാക്ക് പോലും കിട്ടുന്നില്ല. പിന്നെ എൻ്റെ സഹോദരങ്ങൾ വരുമ്പം അവരുടെ അടുക്കൽ എൻ്റെ കുറവും എൻ്റെ പരാതിയൊക്കെ പറയുമ്പം എങ്ങനെയാച്ചോ ഒന്ന് സന്തോഷത്തോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പറ്റുക. ഇനി മറുവശമുണ്ട്, മാതാപിതാക്കൾ പറയാറുണ്ട്, അച്ചോ, വേണ്ടത്ര ശ്രദ്ധയും പരിഗണനയൊന്നും തരുന്നില്ല. പൂച്ചയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന നായ്ക്കൾക്കോ ഒക്കെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്നേഹത്തോടെയൊക്കെ ഒന്ന് വിളിച്ചു കൊണ്ട് കൊടുക്കും. എന്നാൽ അത്രയും സ്നേഹം പോലും എനിക്ക് തരുന്നില്ല, എന്നെ കരുതുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഇതുപോലെ കടന്നു പോകുന്ന മാതാപിതാക്കൾ, മക്കൾ ഉണ്ട്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷമം എന്ന് പറയുന്നത്, ഈ പ്രതികൂല സാഹചര്യങ്ങൾ എന്നെങ്കിലുമൊക്കെ നീങ്ങുമോ? കാരണം വാർദ്ധക്യത്തിലെത്തി, ഇനിയും ഈ ജീവിതം ഒന്ന് അവസാനിച്ചാൽ മതി, എന്നെ പരിചരിക്കുന്നവർക്ക് ഇനി മാനസാന്തരമൊന്നും സംഭവിക്കത്തില്ലല്ലോ, ഇതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് ജീവിതത്തെ പഴിച്ച് തള്ളി നീക്കുന്നവരുണ്ട്. ഇനി ശുശ്രൂഷിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പൻ്റെ ഈ അമ്മയുടെ സ്വഭാവമൊന്നും മാറാനായിട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ച് വലിയ വേദനയോടെ വിഴുപ്പ് ഭാണ്ഡത്തോടെ മുമ്പോട്ട് നീങ്ങുന്നവരുണ്ട്. സ്നേഹമുള്ളവരെ,
ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കുമോ? ഞാൻ പറഞ്ഞില്ലേ, പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല എന്ന്. നമ്മൾ ബൈബിളിലൂടെ യാത്ര ചെയ്യുമ്പം കാണുവാൻ സാധിക്കും, 12 വർഷവും 18 വർഷവും 38 വർഷവും പഴക്കമുള്ള രോഗങ്ങളൊക്കെ ഈശോയ്ക്ക് സുഖമാക്കുവാനായി സാധിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ പ്രതിസന്ധിയുണ്ട്, വലിയ ഭാരമുണ്ട്. അതൊക്കെ ദൈവത്തിന് ഏറ്റെടുക്കുവാനായിട്ട് പറ്റും. ഞാൻ മേൽപ്പറഞ്ഞ അവസ്ഥയിലൂടെയൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ജീവിതം മുമ്പോട്ട് പോകുവാണെങ്കിൽ, അവരെ ശുശ്രൂഷിക്കുന്നവരുടെ ജീവിതം മുമ്പോട്ട് പോകുവാണെങ്കിൽ, സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആ അവസ്ഥയെ ഒന്ന് കൊടുക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. നമ്മുടെ മുമ്പിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല. വിശ്വസിക്കുക, അന്ധകാരത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഈ അവസ്ഥ വിശേഷങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ സ്നേഹമുള്ളവരെ, ഈശോയിൽ ആശ്രയിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ആശ്രയിക്കാനുള്ള നല്ല മനസ്സ്, ദൈവാശ്രയത്വ ബോധം, ആ ദൈവാശ്രയത്വ ബോധം നൽകുന്ന ലക്ഷ്യബോധം, ഇവ മതി ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടേതായ പ്രയാസങ്ങളും ദുഃഖങ്ങളുമുണ്ട്. നാഥാ, പതരാതെ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ആ വേദനയുടെ പ്രശ്നങ്ങളുടെ മുകളിലും അങ്ങയുടെ ചൈതന്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.